Hi, Namaste. Welcome back. Yes, welcome back to my channel, Maintainer. Forex മാർക്കറ്റിൽ ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം, അതിൽ 30 മിനിറ്റ്സിൻ്റെ പെർഫോമൻസിൽ USD JPYയുടെയും അതേപോലെ ഗോൾഡിൻ്റെയും പെർഫോമൻസ് ആണ്. ഇപ്പോൾ USD JPY നോക്കുകയാണെങ്കിൽ 2 ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ്. ഇന്ന് മോർണിംഗ് സൈഡിൽ നല്ലൊരു എൻട്രി പോയിന്റ് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 23 ഡിസംബറിലെ പെർഫോമൻസ് ആണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ട് ബ്രേക്ക് നല്ല സ്ട്രോങ് ഡൗൺ ആയിരുന്നു, നല്ല ട്രേഡ് ആയിരുന്നു. അതേപോലെ ഗോൾഡ് ആണെങ്കിൽ 3 ദിവസമായിട്ട് കണ്ടിന്യൂഷൻ ബൈ ആണ്. ഇന്നലെയും ഇന്നും മാർക്കറ്റ് സ്ട്രോങ് ബ്രേക്ക് എടുത്തിട്ട് മേളിലേക്ക് കയറിയിട്ടുണ്ട്. ടോട്ടൽ 148 പോയിന്റ്സ് ഉള്ള അപ് ട്രെൻഡിൽ കയറി നിൽക്കുവാണ്. നമ്മുടെ സോഫ്റ്റിൽ അവിടെ സ്ട്രോങ് ബ്രേക്ക് കറക്റ്റായിട്ട് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് വെച്ച് ചെയ്യാം, ആക്യുറേറ്റ് ട്രേഡ് എടുക്കാം. എക്സിറ്റ് ലെവലിൽ കറക്റ്റ് ഇൻഡിക്കേഷൻ കിട്ടും. 30 ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. പക്ഷേ നമുക്ക് ചില സിറ്റുവേഷനിൽ നമുക്ക് സ്കാൽപ്പിംഗ് പെർഫോമൻസ് മാർക്കറ്റ് റേഞ്ചിലാണ് സ്കാൽപ്പിംഗ് 5 മിനിറ്റ്സും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട്, അതായത് നമുക്ക് കറക്റ്റ് എക്സിറ്റ് ലെവൽ കണ്ടുപിടിക്കാനായിട്ടും എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ഈ സ്ട്രാറ്റജിയിൽ നിന്ന് ലൈവ് പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബൈ സിഗ്നൽ കണ്ടിന്യൂഷൻ തന്നെയാണ് സോഫ്റ്റ് തന്നിരിക്കുന്നത്. അതായത് ഗോൾഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രീൻ കളർ അപ്പാരോ ബൈ ട്രേഡ് നമുക്ക് തന്നിരിക്കുന്ന അപ്രോക്സിമേറ്റ് 90th നമുക്ക് അപ്രോക്സിമേറ്റ് 9 മണിയപ്പോൾ കിട്ടിയ സിഗ്നലാണ്. അപ്പോൾ സിഗ്നൽ വന്ന സമയത്ത് ആ കൺഫർമേഷൻ കറക്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നു. റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിരുന്നു. സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറി. ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് 4337 കിട്ടിയ മാർക്കറ്റ് ഒറ്റയടിക്ക് കയറി അപ്രോക്സിമേറ്റ് 5-6 വരെ പോയ ശേഷം ഒരു ഇറക്കം ഉണ്ടായിരുന്നു മാർക്കറ്റ് ഡൗൺ സൈഡ്. പക്ഷെ അവിടെ സെൽ ഇൻഡിക്കേഷൻ തന്നിട്ടില്ല. നമുക്കവിടെ ഒരു റിട്രേസ്മെൻറ്റ് മാത്രം തന്നിരിക്കുന്നത്. താഴെ ഗ്രീൻ തന്നെ ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്ത് തിരിച്ചാ കയറ്റത്തിൽ നിന്ന് രണ്ടാമത് പിന്നെ മോർണിംഗിൽ പിന്നെ അവിടെ നിന്നൊരു സ്ട്രോങ് ബ്രേക്ക് ആയിരുന്നു റെസിസ്റ്റൻസ്. അവിടെ നിന്ന് നല്ലൊരു ഹൈക്കായിരുന്നു. ആ ട്രേഡ് നമുക്ക് മാർക്കറ്റ് പോയിരിക്കണം. അപ്രോക്സിമേറ്റ് 55 കയറിയ മാർക്കറ്റ് 4418 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈക്കായിരുന്നു അത്. പിന്നെ ഒരൊറ്റ കയറ്റം ഇന്നും സെയിം അതേപോലെ തന്നെ മാർക്കറ്റ് അടിച്ച് കയറി നല്ലൊരു ട്രേഡ്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ 148 പോയിന്റ്സ് അപ്പഴേ നിൽക്കുകയാണ്. അവിടെ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അതേപോലെ തന്നെ USD JPY നമുക്ക് കറൻസി പേരിൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് ട്രേഡ് നമുക്ക്, അതായത് കുറച്ചുകൂടെ നമുക്ക് അതായത് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ട്രേഡ് USD JPY കിട്ടാറുണ്ട് മിക്കവാറും. അപ്പോൾ നമുക്ക് അതിൻ്റെ പാസ്റ്റ് പെർഫോമൻസ് നമുക്ക് എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും. പിന്നെ ഇന്ന് മാത്രമല്ല, മിക്കവാറും ഇതിന് മുമ്പത്തെ പെർഫോമൻസ് USD JPY നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ട്രെൻഡ് നമുക്ക് മിക്കവാറും കിട്ടാറുണ്ട്. അപ്പം നമുക്ക് ഈ ഗോൾഡും USD JPY ഫോറക്സിൽ ചെയ്യുന്നത് മാത്രം നോക്കിയാൽ നമുക്ക് റിട്ടേൺ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇന്നത്തെ USD JPY നോക്കുകയാണെങ്കിൽ നമുക്ക് സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. നമുക്ക് 22 നമുക്ക് മോർണിംഗ് സൈഡിൽ വന്ന സെൽ ഇൻഡിക്കേഷൻ അവിടെ കൺഫേം ആയിട്ടുള്ള ഒരു ഇറക്കം ഉണ്ടായിരുന്നു. സ്കാൽപ്പിങ്ങിൽ അത് പിടിക്കായിരുന്നു ഷോർട്ട് ട്രേഡ്. അവിടെ 30 മിനിറ്റ്സിൽ കൺഫേം കിട്ടിയില്ല. തിരിച്ച് കയറിയിട്ട് പിന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടുന്നാണ് ഡൗൺ അത് കൺഫേം ആയി തന്നത്. അവിടുന്ന് മാർക്കറ്റ് ഇറങ്ങി. ഇന്ന് സപ്പോർട്ട് അടിച്ചത് പിന്നെയും ഇറങ്ങി. ഇന്നിപ്പോൾ നല്ലൊരു ബ്രേക്കാണ്. സപ്പോർട്ട് സ്ട്രോങ് ആയിരുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടും ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഡൗൺ തന്നെയാണ്. എക്സിറ്റ് ലെവൽ തന്നിട്ടില്ല. ഇതിന് മുമ്പ് മാർക്കറ്റ് ബൈയും പോയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഹൈക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. 20 നമുക്ക് 2 ദിവസം മുമ്പ് മാർക്കറ്റ് നല്ല ഒരു ഹൈക്കായിരുന്നു കയറിയത്. അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് മുമ്പും നല്ലൊരു പെർഫോമൻസ് USD JPY നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോൾഡ് ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമായിട്ട് അപ് ട്രെൻഡാണ്. സ്ട്രോങ് ബ്രേക്ക് തന്നെയാണ് തന്നിരുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് നിങ്ങളുടെ ഒരു പെർഫോമൻസ്, അതായത് എങ്ങനെ വർക്ക് ചെയ്യാം നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പെർഫോമൻസ് ലൈവ് ആയിട്ട് ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.